നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ISLുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. ആദ്യൊരു അപ്ഡേറ്റ് നമുക്കറിയാം, ഈ ഒരു സീസണിന്റെ അവസാനത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ അഡ്രിയാൻ ലൂണ, ദിമിത്രിയോസ് ഡാമൻഡാക്കോസ്, മാർക്കോ ലെസ്കോവിച്ച് എന്നീ താരങ്ങളുടെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നതാണ്. പക്ഷേ ഇതിനോടകം തന്നെ ലൂണയുടെയും ദിമിത്രിയോസ് ഡാമൻഡാക്കോസിന്റെയും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. പക്ഷേ മാർക്കോ ലെസ്കോവിച്ചിന്റെ കാര്യത്തിൽ അങ്ങനെ യാതൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. നമുക്കറിയാം, ഇഞ്ചുറിയെ തുടർന്ന് മാർക്കോ ലെസ്കോവിച്ചിന് കുറച്ച് മത്സരങ്ങളൊക്കെ നഷ്ടമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വളരെ മികച്ച ഒരു മടങ്ങിവരവാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ നെടുന്തൂണ് തന്നെയാണ് അദ്ദേഹം. ലൂണയ്ക്ക് പകരം ക്യാപ്റ്റനായിട്ടും അദ്ദേഹം തന്നെയാണ് നിൽക്കുന്നത്. അടുത്തൊരു വാർത്ത ഐക്കർ ഗൗരക് സേനയുടേതാണ്. നിലവിൽ അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ടീമിലേക്ക് അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് റൂമറുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ആദ്യം അൽവാരോ വാസ്കസിന്റെ റൂമർ വന്നിരുന്നു, പക്ഷെ അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് നമുക്ക് വ്യക്തമായതാണ്. ഇപ്പോൾ ഇത് ഐക്കർ ഗൗരക് സേനയുടെ റൂമറും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൂമറുകളൊന്നും ഇല്ലാതെ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ SD ശ്രമിക്കുക. അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ഒരുപാട് മികച്ച താരങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി കളിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ്. കാരണം 3 മത്സരങ്ങളിൽ തോറ്റതോടുകൂടി ജുവാൻ ഫെറാൻഡോ എന്ന പരിശീലകനെ പുറത്താക്കി ലോപ്പസ് അബ്ബാസ് എന്ന പരിശീലകനെ അവർ ടീമിലേക്ക് എത്തിച്ചു. എന്നാൽ ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഒരുപാട് താരങ്ങൾ ടീം വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. മോഹൻ ബഗാൻ ക്യാമ്പിൽ ഗ്രൂപ്പിസവും ഫേവറേറ്റീസും ഒക്കെ ഉണ്ടെന്നാണ് ഒരുപാട് ബംഗാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹ്യൂഗോ ബോമസ് ഒക്കെ നേരത്തെ തന്നെ ടീം വിട്ടേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. സഹലും മോഹൻ ബഗാൻ വിടാൻ സാധ്യതയുണ്ടെന്നൊക്കെ റൂമറുകൾ വരുന്നുണ്ട്. ഒരുപാട് സീനിയർ ആയിട്ടുള്ള താരങ്ങളുള്ള ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.